ഹായ് ഓൾ. അപ്പോൾ നമുക്ക് ലവ് ലോക്ക് ബ്രിഡ്ജിൻ്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് കേട്ടോ. സെക്കൻഡ് പാർട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ സ്റ്റെയർ കയറിയിട്ട് സ്റ്റെപ്പൊക്കെ കയറി ഞങ്ങൾ ലവ് ലോക്ക് ബ്രിഡ്ജിലേക്ക് എത്തുകയാണ്. കണ്ട വളരെ ക്ഷീണത്തോടി കൂടി കയറുന്ന എൻ്റെ ഭർത്താവിനെ പുള്ളിക്കാരന് ഇതൊക്കെ കയറാം ഇച്ചിരി സ്റ്റെപ്പൊക്കെ കയറിച്ച് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ. നമുക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ലിഫ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് ലിഫ്റ്റ് വേണമെങ്കിൽ ലിഫ്റ്റ് ഉപയോഗിക്കാം. പക്ഷേ എല്ലാം കൂടുതൽ ആൾക്കാരും പടികൾ തന്നെ ഉപയോഗിച്ചാണ് വരുന്നത്. പിന്നെ ആദ്യം തന്നെ ഞങ്ങൾ അവിടെ കയറി ഒന്ന് നിന്ന് ആ പാലത്തിന് മുഴുവൻ സൗന്ദര്യം ഒന്ന് കാണുകയായിരുന്നു കേട്ടോ. അവിടെ നിന്നിട്ട് ഈ അറ്റം മുതൽ ഒടുക്കം വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ കുറേ നേരം നിന്ന് ആ പാലത്തിൽ ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ എല്ലാവരും ഫോട്ടോസ് വീഡിയോസ് അങ്ങനെ എല്ലാവരും എടുക്കുന്നുണ്ട്. നല്ല രസമാണ് അവിടെ നിൽക്കാനായിട്ട്. നമുക്ക് സമയം പോകുന്നേ അറിയത്തില്ല. അതുപോലെ നല്ല ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു ഇതാണ്, പോസിറ്റീവ് വൈബ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ നല്ല സുഖമുണ്ടായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ തുടക്കത്തിലൊക്കെ ഉണ്ടല്ലോ, തുടക്കത്തിൽ കാണുമ്പോൾ വളരെ കുറച്ച് ലോക്കുകളേ ഉള്ളൂ. അപ്പം ഞാനും ആദ്യം ഇത് കേട്ടിട്ടൊക്കെ പോയിട്ട് ഞാനും വിചാരിച്ചു ഇത്രയും കുറച്ച് ലോക്കുകളെ ഉണ്ടായിരുന്നുള്ളൂ, ഇത് കുറേ വർഷങ്ങൾ 1869 ആ സമയത്തെങ്ങാണ്ട് തുടങ്ങിയതാണല്ലോ, ഇത്ര ലോക്കുകളെ ഉള്ളൂ എന്നൊക്കെ ഞാനും ആദ്യം വിചാരിച്ചായിരുന്നു. പിന്നെയാണ് നടന്ന് നമ്മൾ നടുഭാഗത്ത് എത്തുമ്പോഴത്തേക്കിനാണ് നിറച്ച് കൂട്ടത്തോടു കൂടി വളരെ കൂടുതൽ ഒരുപാട് ലോക്കുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ലോക്കുകളല്ല, ഇത് ലോക്ക് ചെയ്തിട്ട് ഇതിൻ്റെ കീ രണ്ടുപേരും കൂടെ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. അപ്പോൾ എന്തോരം കീസ് കിടപ്പുണ്ടായിരിക്കും അല്ലേ ആ വെള്ളത്തിനകത്ത്. പിന്നെ ഞങ്ങളിങ്ങനെ ഇവിടെയൊക്കെ നിറച്ചുണ്ട്, ഇങ്ങനെ തിങ്ങിക്കൂടിയിരിക്കത്തില്ല, അതുപോലെ നിറച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് 1-2 കീസൊക്കെ എടുത്ത് വെച്ചിരിക്കുക. അപ്പം ഒരെണ്ണം എനിക്കിട്ട് 1987 ഒരെണ്ണം. അതിലൊരു 2 ലവ് ചിഹ്നം വരച്ചിട്ട് രണ്ടുപേരുടെയും എനിക്കൊന്ന് ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും അതിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ അവരുടെ കല്യാണത്തിൻ്റെ ഇയറും ഡേറ്റും എഴുതി വെച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അതിൽ നമ്മുടെ പാരീസിൻ്റെ ഈഫൽ ടവറിൻ്റെ ഒരു ഗോപുരമൊക്കെ ആയിരുന്നു, ഈഫൽ ടവറിൻ്റെ ഇത് പിക്ചറൊക്കെ ആയിരുന്നു ആ ലോക്കിനകത്തുണ്ടായിരുന്നത്. പിന്നെ ഒരെണ്ണം നോക്കിയതൊക്കെ പിന്നെ 2016, 2018 ഇപ്പോഴും ആൾക്കാർ ഇടുന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഞങ്ങളിങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കി പിന്നെ അതൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അത്യാവശ്യം നല്ല വെയിലുള്ള ദിവസമായിരുന്നു. ഇച്ചിരി ടെമ്പറേച്ചറൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് 30, 31, 32 ടെമ്പറേച്ചറായിരുന്നു തോന്നുന്നു. പക്ഷേ അവിടെ നിന്ന് കഴിഞ്ഞാൽ അത്രയ്ക്കൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ ടെമ്പറേച്ചർ. നല്ല നദിയിൽ നിന്നുള്ള നല്ല കാറ്റുകൾ, നല്ല തണുത്ത കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ഇതായിട്ടൊന്നും തോന്നത്തില്ല. നമുക്ക് വെയിലടിക്കുന്നതൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നത്തില്ല. അവിടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു സൈഡ് കണ്ടോ, എല്ലാം പുതുമയുള്ള ഭയങ്കര കെട്ടിടങ്ങൾ, പുതിയ ശൈലിയിലുള്ള കെട്ടിടങ്ങൾ. ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം യൂറോപ്പിൻ്റെ ആ പഴയ സ്റ്റൈലിലുള്ള കുറേ കെട്ടിടങ്ങൾ അങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെയൊക്കെ കിടക്കുന്നുണ്ടോ ഇത് ലോക്ക്, എന്തോരം ലോക്കുകൾ കിടക്കണല്ലേ. പിന്നെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ബോട്ടുകൾ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ടുകളൊക്കെ നിർത്തിയിട്ട് ആൾക്കാരെ കയറ്റുന്നുണ്ട് ബോട്ട് റൈഡിങ്ങിന് വേണ്ടിയിട്ട്. നമുക്കും പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അത്ര റേറ്റ് ഒന്നുമില്ല. ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷേ അത് ഒരു യാത്ര 4 മുതൽ 5 മണിക്കൂർ വരെയൊക്കെയാണ്. അപ്പോൾ അത് നമുക്കതിനുള്ള സമയം ഇല്ലായിരുന്നു. നമ്മൾ എംബസി പോകുന്ന വഴിക്ക് കയറിയതാണല്ലോ. അപ്പോൾ അതിനുള്ള സമയം ഇല്ലാഞ്ഞതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുഞ്ഞു ഉണ്ടായിരുന്നില്ല കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ ഒരു ദിവസത്തേക്കാക്കാം എന്ന് വിചാരിച്ചിട്ട് ഇനി ഒരിക്കൽ കൂടി ഒന്ന് പോകണം, അവിടെ ഒരു ബോട്ട് യാത്രയൊക്കെ നടത്തണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്ന കണ്ട് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസ് എടുത്ത് അവിടെയൊക്കെ നടന്നു. അപ്പം അവിടെയും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിൻ്റെ ഷൂട്ടിങ്ങുകളൊക്കെ. ഇത് സെക്കൻഡ് കപ്പിൾസ് വന്ന് ഞങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ കപ്പിൾസ് വന്ന് ഷൂട്ട് ചെയ്യുവാണിത്. പിന്നെ അവിടെ ബോട്ടുകൾ ഇങ്ങനെ നല്ല അടിപൊളി ബോട്ടുകൾ, നമ്മുടെ നാട്ടിലെ ബോട്ടേ അല്ല കേട്ടോ, എല്ലാ സൗകര്യങ്ങളും കൂടി ഭയങ്കര സെറ്റപ്പ് ബോട്ടുകൾ. അവിടെ ആൾക്കാരെ ഇങ്ങനെ കയറ്റും ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ചില ബോട്ടുകൾ വന്ന് നിൽക്കുന്നു, ചിലത് ആൾക്കാരെ കയറ്റിക്കൊണ്ട് പോകുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതിവിടെ എല്ലാം പുതിയ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങൾ. അതേപോലെ ഈ സൈഡ് നോക്കി, ഈ സൈഡിലെല്ലാം യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങൾ. ഈ പാലത്തിൻ്റെ ഇതേപോലെ തന്നെ 2 സൈഡിലും വേറെ പാലമുണ്ട് കേട്ടോ. 2 സൈഡ് ഇതിലെ നമുക്ക് ഈ പാലത്തെ കൂടെ നടക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം മറ്റ് രണ്ട് സൈഡിലുള്ള പാരലായിട്ടുള്ള 2 സൈഡിലും പാലങ്ങളിൽ ഈ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വണ്ടികളും അതിലേ പോകുന്നത്. ഇനി ഇവിടെ നിന്ന് കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോഴാണ് അവിടെ ആൾക്കാരെ കയറ്റിക്കൊണ്ടൊരു ബോട്ട് വിടുന്നത്. അപ്പോൾ അത് കുറച്ച് നേരം നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ട് ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓരോരുത്തരും അവിടെ വന്ന് എന്ത് ചെയ്യുന്നു, എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ നോക്കി. അപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചൊരു പിക്ചർ എടുക്കാൻ പറ്റിയില്ല, സെൽഫി അല്ലാണ്ട് നോർമലായിട്ട്. അപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്നൊരു അമ്മയും മോളും ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു.
അങ്ങനെ അവരെ കൊണ്ട് പിക്ചറൊക്കെ എടുപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നപ്പോഴത്തേന് തിരിച്ച് ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കൂടി കയറി പോകാമെന്ന് വിചാരിച്ചെങ്കിൽ അവിടെ നോക്കട്ടെ കല്യാണത്തിന് കപ്പിൾസ് ഇന്ന് ഭയങ്കര ഫോട്ടോഷൂട്ടും അവരുടെ ഫ്രണ്ട്സും എല്ലാം കൂടി. പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് പിന്നെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ ഫുഡും ഇന്ത്യൻ റെസ്റ്റോറൻറ്റും തിരക്കി പോകുന്നത് കൊണ്ട് നമ്മൾ അവിടെ നിന്ന് സെർച്ച് ചെയ്ത് അടുത്ത ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അവിടുന്ന് പിന്നെ ട്രാമിന് പോകാമെന്നും കണ്ട് ഞങ്ങൾ അവിടെ വന്ന് ബസ് സ്റ്റോപ്പിൽ ട്രാം നോക്കി വായി നോക്കി നിൽക്കുന്നു. ഇന്ന് അത്രയേ ഉള്ളേ.